ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 100 ഉത്തരാർജിതത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നിയാണ്. അപ്പം ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ട് എടുക്കണം. ഊർജത്തെ 2 രൂപത്തിലെടുക്കാം. ഇടിച്ച് പിഴിയുന്നതെല്ലാം ഊർജമാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിയിൽ അർപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ സോമം മുകളിൽ പോയിട്ട് മഴയായിട്ട് പെയ്യുന്നത്. അപ്പം ആ അഗ്നിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പം പല ഘട്ടത്തിലുള്ള അഗ്നി. അപ്പം 372 പറയുകയാണ്, അല്ലയോ അഗ്നിദേവ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ജ്വലിച്ചുയരുന്ന ദീപ്തി, ഈ ജ്വലിച്ചുയരുന്ന ദീപ്തി പ്രകാശത്തോടു കൂടിയ അങ്ങയെ അങ്ങ് എന്ത് ചെയ്യാണ്? സമസ്ത ഭാഗങ്ങളിൽ നിന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ഭാഗത്തു നിന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ആളിക്കത്തുന്ന അതിലേക്കാണ് സോമം അർപ്പിക്കുന്നത്, ഈ നീരർപ്പിക്കുന്നത്. അപ്പോഴാണത് ബാഷ്പീകരിച്ചു പോകുന്നത്. അപ്പം നീ എന്ത് ചെയ്യാണ്? കത്തിജ്വലിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ ദീപ്തി പ്രശംസനീയവും പൂജനീയവുമാണ്. അപ്പോൾ അങ്ങനെ കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. അപ്പം നിന്നെ പ്രശംസനീയവുമാണ്, നീ പൂജനീയവുമാണ്. നീ 2 ലോകത്തിലുമാണ് പ്രകാശിക്കുന്നത്. ഈ അഗ്നി എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ഈ സോമരസത്തെ സ്വീകരിച്ചിട്ട് ബാഷ്പീകരിച്ചിട്ട് അങ്ങ് അന്തരീക്ഷത്തിലും എത്തിക്കുക. ഈ അഗ്നി തന്നെയാണ് അതിൻ്റെ ശക്തിയാൽ ഉയർത്തിയിട്ട് അങ്ങ് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് സ്തോത്രം ചൊല്ലുന്ന ഞങ്ങൾക്ക് അന്നം എത്തിക്കുന്നു. അങ്ങനെ അഗ്നിയാണ് ഈ സോമത്തെ അങ്ങ് മുകളിൽ എത്തിച്ചിട്ട്, അപ്പോൾ അവിടെ വെച്ച് മേഘങ്ങൾ കൂടിച്ചേരും, മഴ പെയ്യും, നമുക്കെന്ത് ചെയ്യും? അന്നം കിട്ടും, ധനം കിട്ടും. ഇനി 373 പറയാണ്, ഹവിസ് കൊണ്ടെത്തിക്കുന്നതും. നമ്മൾ അർപ്പിക്കുന്ന ഹവിസ് എവിടെ എത്തിക്കും? അന്തരീക്ഷത്തിലെത്തിക്കും. ഈ സോമനീരിനെ അങ്ങ് അന്തരീക്ഷത്തിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്നിട്ട് സന്തോഷവും ആനന്ദവും നൽകുന്നവനും. ആർക്ക് സന്തോഷം നൽകുക? എല്ലാവർക്കും സന്തോഷം നൽകും. ആർക്ക് തരും? നമുക്ക് നൽകും. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. അവിടെ ഇന്ദ്രന് സന്തോഷമാണ്. ഈ സോമം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രന് എളുപ്പമായി മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്യിപ്പിക്കാൻ. അപ്പം സന്തോഷവും ആനന്ദവും നൽകുന്നവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും. ശത്രുക്കളെ നശിപ്പിക്കുന്ന ആരാണ്? സോമമാണ്. സോമത്തിലെ ഊർജങ്ങൾ ഈ ചൂടായിട്ട് അങ്ങെത്തുന്ന ആ സോമമാണ് അവിടുത്തെ തടസ്സങ്ങളെ, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, മേഘങ്ങൾ കൂടിച്ചേർന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ ശത്രുക്കളെ ഇല്ലാതാക്കി പ്രകാശത്തിൻ്റെ നാഥനുമായ അഗ്നി എന്ന് പറയുന്നത് പ്രകാശവും കൂടിയാണ്. അഗ്നിദേവനോട് പറയുകയാണ്, അങ്ങേക്ക് വേണ്ടിയാണ് ഞങ്ങൾ മന്ത്രം ചേർന്ന് ഹവിസ്. മന്ത്രം ചൊല്ലിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഹവിസ്, ഈ സോമം അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. ഇങ്ങനെ ഇടിച്ചു പിഴിഞ്ഞ സോമം അങ്ങേക്ക് വേണ്ടിയാണ് അഗ്നിയിലേക്ക് അർപ്പിക്കുന്നത്. അത് സ്വീകരിച്ച് നീ ഞങ്ങൾക്ക് ധനം നൽകുക. അങ്ങനെ നൽകുന്ന ഈ സോമരസം നീ അഗ്നി സ്വീകരിച്ചിട്ട് നീ നമ്മൾക്ക് അന്നം നൽകുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കുക. അത് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മഴ പെയ്യും. ലക്ഷ്യം എന്താണ്? മഴ പെയ്യുക. അപ്പം നമുക്ക് അന്നം കിട്ടും. ഇനി 374 ഇതിൽ ഇന്ദ്രനോട് പറയാണ്, ശക്തിശാലിയും ശക്തിയുടെ നാഥനും കർമ്മങ്ങൾ അറിയുന്നവനുമായ ഇന്ദ്രനോട് പറയുകയാണ്. അവിടെ മേസ്ത്രിയായിട്ട് നിൽക്കുന്നത്, മഴ പെയ്യിപ്പിക്കാൻ മേസ്ത്രിയായിട്ട് നിൽക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പം അങ്ങ് ശക്തിശാലിയാണ്, ശക്തിയുടെ നാഥനാണ്, എല്ലാ കർമ്മങ്ങളും അറിയാണ്. ഈ സോമാടെ എത്തുമ്പോൾ ഇന്ദ്രൻ അറിയാം എന്താ വേണ്ടത്, ഈ സോമത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്താ വേണ്ടതെന്ന്. മേഘങ്ങളെ പെട്ടെന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറയുകയാണ്, ഹവിസുകൾ നിറച്ച 2 പാത്രങ്ങൾ, ഈ സോമരസം എല്ലാം തയ്യാറാക്കിയിട്ട് 2 പാത്രത്തിലാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങേക്ക് അഭിമുഖമായി വെച്ചിരിക്കുകയാണ്. അപ്പം നീര് പിഴിഞ്ഞ് 2 പാത്രത്തിലാക്കിയിട്ട് അഗ്നികുണ്ഡത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്, 2 പാത്രങ്ങളിലായിട്ട് ഇന്ദ്രൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നാണ് അങ്ങ് ശക്തി സംഭരിക്കുന്നത്.
എന്നിട്ട് അങ്ങ് എന്ത് വേണം? അങ്ങ് സന്തുഷ്ടനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് അന്നം നൽകിയാലും, അങ്ങനെ നീ നമുക്ക് അതും കുടിച്ചിട്ട് അന്നം നൽകണം. ഇനി 375, ബുദ്ധി തികഞ്ഞവനാണ്. ഇന്ദ്രന് നല്ല ബുദ്ധിയുണ്ട്. ഏത് കർമ്മങ്ങളും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ എന്ത് അറിയണം? ആ കർമ്മത്തെപ്പറ്റി നല്ല ബോധം വേണം, ഏത് കർമ്മമായാലും. അപ്പൊ അതിനറിയാതെ നമ്മളിപ്പോൾ മേസ്ത്രീൻ്റെ അടുത്താണെങ്കിൽ വീട് കല്ല് കെട്ടാനേ അങ്ങേർക്കറിയുള്ളൂ, കാർപ്പൻ്ററുടെ അടുത്ത് കൊടുക്കണം മറ്റേ തടീൻ്റെ ചെയ്യണ്ടിക്കൽ. അപ്പൊ അതിലവർ പ്രാവീണ്യനാണ്. ഇന്ദ്രനാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ്. അപ്പൊ അദ്ദേഹം എന്താണ്? ബുദ്ധി തികഞ്ഞവനും മഹത്വമാർന്നവനാണ്, അന്നത്തിൻ്റെ നാഥനാണ്. അതാണ് നമുക്ക് വേണ്ട അന്നമാക്കിയിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കുന്നത്. വിദ്വാനും കർമ്മമറിയുന്നവനും. എന്താ ചെയ്യേണ്ടതെന്നല്ല അതിന് നല്ലോണം അറിയാം. സ്തുതി സ്വീകരിക്കും. നമ്മൾ അർപ്പിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും, അത് നടപ്പാക്കി തരും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അങ്ങനെയുള്ള ഋത്തിക്കുകളോട് പറയുകയാണ്, ആ ഇന്ദ്രന് വേണ്ടി നിങ്ങൾ സാമം ആലപിച്ചാലും, സാമവേദങ്ങൾ ആലപിച്ച് ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നിട്ടല്ലേ ഈ കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ഋത്തിക്കുകളോട് പറയാണ്, നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് ചെയ്യുക. എന്നിങ്ങനെ 376 ഇന്ദ്രനോട് പറയാണ്, അങ്ങ് എപ്പോഴും ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ്. ഏത് കർമ്മത്തിനൊന്നുണ്ട്? ഒരു തടസ്സമുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു പ്രതിപ്രവർത്തനമുണ്ട്. ആ ശത്രുതയെ ഇല്ലാതാക്കിയിട്ട് യജ്ഞത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പൊ എല്ലായ്പ്പോഴും ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനും അവരെ ദൂരേക്ക് ഓടിക്കുന്നവനുമാണ് അങ്ങ് സൂര്യ തേജസ്സോടുകൂടി നിൽക്കുന്നവനുമാണ്. കൂടാതെ ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അപ്പൊ ഈ ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ അകത്തെല്ലാം ഇന്ദ്രനാണ് ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പൊ ലോകത്തിൻ്റെ നാഥനും ഇന്ദ്രനാണ്. ദേവരൂപനുമാണ്. അവര് എല്ലാം ദേവതകളാണ്, എല്ലാം ദേവതകളാണ്. അതിൻ്റെ നേതാവാണ് ഇങ്ങേര്. എല്ലാറ്റിനും മുകളിലുള്ളവനുമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ദേവതകൾ എന്നാണ് പറയുക. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഇന്ദ്രനാണ്. കാരണം എന്ത് യജ്ഞം നടക്കുമോ, പ്രപഞ്ചം ഉണ്ടാകുന്ന തൊട്ട് അതിൻ്റെ മേസ്ത്രിയായിട്ട് അതിനെ ഏകോപിപ്പിച്ച് നിൽക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് ഇന്ദ്രനെ എല്ലാറ്റിൻ്റെയും ദേവനായിട്ട് കാണുന്നത്. ഇനി 377 സൂര്യ തേജസ്സാർന്നവനാണ്. അതുകൊണ്ടാണ് സൂര്യ തേജസ്, സൂര്യനാണ് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അത് ഇന്ദ്രനിലൂടെയാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സൂര്യ തേജസ് തികഞ്ഞവനാണ് ഇന്ദ്രൻ. സ്വർഗത്തെ ദീപ്തിമാനാക്കുന്നവനും, സ്വർഗത്തിൽ അങ്ങ് ഭൂലോകത്തിൻ്റെ അറ്റം വരെയുള്ളവനാണ്. അതാണല്ലോ സ്വർഗം, ലോകത്തിൻ്റെ അറ്റം വരെയുള്ള സ്ഥലങ്ങൾ. അതിൻ്റെ എല്ലാം ദീപ്തി ഈ ഇന്ദ്രനിലൂടെയാണ്. അതും സൃഷ്ടിച്ചത് ഇന്ദ്രനാണ്. അങ്ങയുടെ സൗഹൃദം സ്ഥാപിക്കുവാൻ വേണ്ടി എല്ലാ ദേവതകളും അങ്ങയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെയുള്ള എല്ലാ ദേവതകളും എല്ലാം ദേവതകളാണ്. ആ ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഇന്ദ്രനാണ്. എന്തെങ്കിലും ആരെങ്കിലും കർമ്മം ചെയ്യണ്ടെങ്കിൽ ഇന്ദ്രൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ആ കർമ്മം പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് നീ മാറി നിന്നാലും എല്ലാവരും നിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചോറുണ്ടാക്കേണ്ടിക്ക് ഇന്ദ്രനെ ആശ്രയിച്ചല്ലേ പറ്റും. ഇന്ദ്രനല്ലേ അതിൻ്റെ അകത്ത് നിന്ന് അരീനെ ചോറാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുക്കുന്ന മേസ്ത്രി. ഞാൻ മേസ്ത്രി എന്നെല്ലാം പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. റോൾ എന്താണ്, ഇന്ദ്രൻ എന്ന ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട്, ഏകോപിപ്പിക്കുന്ന ശക്തി. ഇനി 378 ഇന്ദ്രൻ കാരണമാണ് സോമ സംസ്കരണം പൂർത്തിയാകുന്നത്. ഈ സോമത്തെ സംസ്കരിക്കുന്നത് ഇന്ദ്രൻ മൂലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഇന്ദ്രനുണ്ട്. അപ്പം നമ്മൾ ഇടിച്ച് പിഴിയുന്നത് മുതൽ
ചെടി പറിച്ചെടുക്കുമ്പോഴും ആ ചെടീൻ്റെ ആ കമ്പിൻ്റെ അകത്ത് ചില രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടാണ് അത് വേർപെടുന്നത്. ആ കർമ്മങ്ങൾ തൊട്ട് സംസ്കരണം, ശുചീകരണം, സോമത്തെ ശുചീകരിക്കുന്ന പ്രവൃത്തി അടക്കം അങ്ങ് കാരണമായിട്ടാണ് നടക്കുന്നത്. കാരണം അങ്ങ് ബലം തികഞ്ഞവനാണ്. ഇടിച്ചു പിഴിയല്ലേ ചെയ്യുന്നത്. അവിടെയെല്ലാം ബലം അത് ഇന്ദ്രന്റെ ബലമാണ്. ശത്രുക്കളെ ആട്ടിപ്പായിക്കുന്നവനാണ്. അവിടെയെല്ലാം തടസ്സങ്ങളുണ്ട്. പിഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നത്? അത്ര പെട്ടെന്നൊന്നും അത് വരില്ല. ഒരു ശത്രു അവിടെയുണ്ട് പിഴിയുന്നതിനെ തടസ്സപ്പെടുത്തുന്ന. അതിനെല്ലാം ശക്തി ഉപയോഗിച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പം മുതൽ ഈ ഇന്ദ്രൻ അവിടെയുണ്ട്. അങ്ങനെയുള്ള നീ യാഗശാലയിൽ എത്തിയാലും, അതുകൊണ്ട് ഇന്ദ്രനെ വിളിക്കുകയാണ് ആദ്യം മുതലേ. നീ അവിടെ ഇരുന്നിട്ട് മഴ പെയ്പ്പിക്കുന്ന ഇത് മുതലല്ല, ഇവിടെ മുതലേ നീയുണ്ട്. നീ ഇവിടെ വരണം. സൂര്യൻ എങ്ങനെയാണോ തൻ്റെ കിരണങ്ങളാൽ അന്തരീക്ഷത്തെ എല്ലാം പൂർണ്ണമാക്കുന്നത്, സൂര്യനാണ് ഈ ലോകത്തിലുള്ള എല്ലാ കർമ്മത്തെയും പ്രേരിപ്പിക്കുന്നത്. അതുപോലെ നീയും ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും തുടക്കം മുതൽ നീ അതിൻ്റെ അകത്ത് ഉണ്ട്. അതിനാൽ നീ വരണം. അങ്ങനെ സൂര്യൻ എങ്ങനെയാണോ ഈ കർമ്മത്തെയെല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ നീയും നമ്മുടെ കർമ്മങ്ങളെയെല്ലാം ശക്തി നൽകിക്കൊണ്ട് അതിനെ പൂർത്തീകരിച്ചാൽ. ഇനി 379. അതുകൊണ്ട് കർമ്മങ്ങളുടെ നാഥനായ ഇന്ദ്രനോട് പറയുകയാണ്, നീയാണ് എല്ലാ കർമ്മങ്ങളുടെയും നാഥൻ. എവിടെ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നാഥൻ നീയാണ്. അങ്ങ് രഥം കൂകി വന്നാലും എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രൻ ഇവിടെ എത്തണം, അവിടെ അടുത്ത അമേരിക്കയിൽ ചോറ് വെക്കുമ്പോഴും അവിടെ എത്തണം. അപ്പം ഒരു വലിയ രഥം, അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു രഥമുണ്ട്. അങ്ങ് രഥം പൂകിയാലും അങ്ങ് ഞങ്ങൾ മന്ത്രത്താൽ ആ കുതിരകളെ ഇണക്കുന്നു. കുതിരകൾ എന്ന് പറഞ്ഞാൽ ശക്തി. ആ ഇന്ദ്രനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ അതിന് ശക്തി കിട്ടുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താലേ ഇന്ദ്രൻ ചെയ്യുള്ളൂ, അല്ലാതെ ചെയ്യില്ല. ആ സയൻസിൽ നിന്നും വരുന്ന, ശാസ്ത്രതത്വത്തിൽ നിന്നും വരുന്ന ബലമാണ് ഇന്ദ്രൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന കല്ല് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നു. ഇടിച്ച് പിഴിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്ത്? നീര് കിട്ടുമ്പോൾ. ഇടിച്ച് വരുമ്പോൾ നീരിങ്ങ് വരുമ്പോഴും നമുക്ക് നല്ല സന്തോഷമാണ്. കാരണം നീരുണ്ടെങ്കിലല്ലേ, 2 കുടം വേണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് സന്തോഷമാണ്. ആ ഇടിക്കാനുള്ള ശക്തിയും പിഴിയാനുള്ളത് അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ആരാണ്? ഈ ഇന്ദ്രനാണ്. അങ്ങനെയുള്ള നീ നമ്മുടെ നമുക്ക് അഭിമുഖമായിട്ട് നമ്മളെ നേരെ മുമ്പിൽ, നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ നീ നേരെ മുമ്പിൽ വന്ന് നിൽക്കണം. ഇപ്പം ഞാനിവിടെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുമ്പോഴും എൻ്റെ വായിൻ്റെ അകത്തല്ല ഇന്ദ്രൻ കയറിയിട്ട് ചില രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് മസിലുകൾ ചലിപ്പിക്കുന്നത്. അവിടെയെല്ലാം ചെറിയ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തും യൂട്യൂബിലും ഇവിടെ ക്യാമറേൻ്റെ അകത്തും പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി ആരാണ്? ഇന്ദ്രനാണ്. ഉൾക്കൊള്ളാൻ കുറച്ച് ഏതൊരു പ്രവർത്തനം നടക്കുമ്പോഴും ഒരു തത്വമുണ്ട്. അവിടെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട്, ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. എങ്കിലേ കർമ്മം നടക്കുള്ളൂ. സയൻസ് മാത്രം ഉണ്ടായാൽ നടക്കില്ല. സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയും. ഇനി 380 എവിടെയാണോ ശരിയായ രീതിയിൽ യാഗവും അവിടെ സ്തുതികളും സ്തോത്രങ്ങളും ആലപിക്കുന്നത്, ശരിയായ രീതിയിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ യജ്ഞങ്ങൾ നടക്കുന്നത്, അവിടെ ഇന്ദ്ര അങ്ങ് അവിടെ എത്രയും വേഗം എത്തിച്ചേരുകയാണ്. നമ്മൾ എവിടെയാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യജ്ഞം നടത്തുന്നത്, അവിടെ ഉടനെ ഇന്ദ്രൻ അവിടെ എത്തും. ഇല്ലെങ്കിൽ നടക്കില്ല. ഇപ്പം ചോറ് വെക്കണം എന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയാലല്ലേ അരി ചോറായി മാറുകയുള്ളൂ. അല്ലാതെ തീ കത്തിച്ചു വെച്ചിട്ട് അതിൻ്റെ മേലെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാവില്ല. അപ്പം സയൻസ് തത്വം എവിടെയാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ നടത്തുന്നത്,
നിന്നെ അവിടെ ആ ശാസ്ത്രം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. സയൻസ് അപ്പോൾ ഇന്ദ്രനെ അവിടെ അതിൽ നിന്ന്, ആ സയൻസിൽ നിന്ന്, ശാസ്ത്രതത്വത്തിൽ നിന്ന് ഇന്ദ്രൻ ഉത്ഭവിച്ചു വരും. അവിടെ ഇന്ദ്രൻ എത്തിക്കപ്പെടും. അപ്പം ഇന്ദ്രൻ എന്ന് പറയുന്നത് സയൻസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മളൊരു കൊടുക്കുന്ന വസ്തുവിനെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ.